നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ലഹരിയെക്കുറിച്ചാണ്. ഇന്ന് കുട്ടികളിൽ ആണ് ഏറ്റവും കൂടുതൽ ലഹരിയുടെ ഒരു പ്രവണത കൂടിക്കൂടി വരുന്നത്. കാരണം അതിൻ്റെ ആവശ്യകത കുട്ടികളിൽ ഒരുപാട് ഞാൻ ഇന്ന് കാണുന്നു. കാരണം സ്കൂൾ കുട്ടികളിൽ, വലിയ കുട്ടികളല്ല, സ്കൂൾ കുട്ടികൾ റീസെൻ്റായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ കയ്യിൽ അവനെ പിടിക്കപ്പെട്ടത് കഞ്ചാവ് വെച്ചതുകൊണ്ട്. പിന്നീട് അവന് സിഗരറ്റ് വലിച്ചിട്ട് സ്വയം ഫോട്ടോ എടുത്ത് അവൻ ഇൻസ്റ്റാഗ്രാമിലിടുന്നു. അപ്പോൾ ആ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ചിന്താഗതി എത്രയാണ് എന്ന് മനസ്സിലാക്കാം. കാരണം അവൻ ഇന്ന് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്തോ ക്രെഡിറ്റാണ്, ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യും. അവൻ ഫോട്ടോ എടുത്തിട്ട് അവൻ്റെ കൂട്ടുകാരനിൽ കാണിച്ചിട്ട് പറയുന്നത്, ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കയ്യിൽ ഉപ്പിട്ടിട്ട് ഞാൻ ചോദിച്ചു, മക്കളെ നീ എന്നതാണ് യൂസ് ചെയ്യുന്നത്? ഈ ഫോട്ടോസ്. അവൻ പറഞ്ഞു, ഇല്ല മാം, ഇത് ഞാൻ ലഹരി യൂസ് ചെയ്യുന്നെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അവന് ഇതിട്ടിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഉള്ളൊരു ഫോട്ടോയാണ് എനിക്ക് കിട്ടിയത്. എനിക്കതിനെ ഭയങ്കര അവൻ്റെ ചിന്താഗതി എത്ര രീതിയിലാണ് മാറുന്നതെന്നാണ്. അപ്പം ഞാൻ ചോദിച്ചത്, എന്താണ്, പൗഡറാണോ ഉപ്പാണോ? അത് ഉപ്പ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോസ് സമൂഹത്തിൽ കാണിച്ച് പ്രശസ്തി നേടാൻ വേണ്ടി ഇന്നത്തെ യുവതലമുറകൾ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ കഷ്ടം തോന്നും. അപ്പോൾ ഈ ഒരു വ്യക്തി ഇത് കാണിക്കുമ്പോൾ മറ്റുള്ള കുട്ടികളെ ഇത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് അവനറിയാം. അറിയാവുന്ന കാരണം കൊണ്ട് ഇത് മറ്റുള്ള കുട്ടികളെ കൂടെ ഈ വഴിയിലേക്ക് നയിച്ച് ഇന്ന് കൂള് പോലെയുള്ള സാധനങ്ങൾ സ്കൂളിൽ സുലഭമാണ്. സുലഭമെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും അത് യൂസ് ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ കൂടിയത് നമ്മുടെ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് മാസ്ക് യൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാ പെർമിഷൻ എല്ലാ സ്കൂളുകളിലും കിട്ടിയപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഇതൊരു വളരെ സൗകര്യമായി വന്നു. കാരണം സ്കൂളുകളിൽ പല സ്കൂൾസിൽ ഞാൻ പോയിട്ടുള്ളപ്പം അവർ പറയുന്നത്, ഈ സാധനം വെക്കുക, മാസ്ക് വെക്കുക, ഇരിക്കുക. ടീച്ചർ ക്ലാസ് എടുക്കുന്നു, കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു, അവർ ഉറങ്ങുന്നു. അവർക്ക് തന്നെ എന്താണ് പഠിപ്പിക്കുന്നത്, എന്തിന് പഠിക്കുന്നു എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറിനോട് തട്ടിക്കയറും. ടീച്ചർമാരിപ്പം പറയുന്നത് എന്താണ്, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഇടപെടില്ല, കാരണം ഞങ്ങൾക്കും കുടുംബമുണ്ട്, എപ്പോഴാണ് ഈ പിള്ളേർ കൊട്ടേഷൻ തരുന്നതെന്ന്. കാരണം കാലം മാറി. പണ്ട് ആൺകുട്ടികളായിരുന്നു കൊട്ടേഷൻ, ഇന്ന് പെൺകുട്ടികളും അതേ രീതിയിൽ തന്നെയാണ് കൊട്ടേഷൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ പുറകിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡ്രഗ്സ് തന്നെയാണ് ഇന്ന് കുട്ടികളെ ഏത് രീതിയിലോട്ടാണ് ചിന്താ ശൈലികൾ പോകുന്നത് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് കുട്ടികൾ പോകുന്നത്. ആൺകുട്ടിയും പെൺകുട്ടികളും ഒരേപോലെയാണ്. ഇന്ന് അതൊരു ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ പെൺകുട്ടികളും യൂസ് ചെയ്യുന്നു, ആൺകുട്ടികളും യൂസ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അവരടുത്ത പ്ലാന് MDMA പോലെയുള്ള കെമിക്കൽ ഡ്രഗ്സിൻ്റെ അകത്ത് പോകുന്നു. കാരണം നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാലും വരുന്ന കുട്ടികൾ അതിൻ്റെ എല്ലാ പ്രോസസ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും നമ്മളെ പഠിപ്പിച്ചു തരും. അതിൻ്റെ അകത്ത് പോയി ചെന്ന് വീണതിന് ശേഷം കുട്ടികൾക്ക് ഇതിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഒരുപാട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ ഡ്രഗ്സിന് എതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ, സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള ക്യാമ്പയിനുകൾ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാരണം സ്കൂളുകളിൽ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലുണ്ടാകുന്ന വ്യതിയാനവും ചിന്തകളും കോർഡിനേഷനിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് സമൂഹത്തോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഈ ലഹരിക്കകത്ത് ഈ അടുത്ത വരുന്ന തലമുറയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് ഇതുപോലുള്ള ക്യാമ്പയിനുകൾ നടത്തി ഇന്ന് ഇതിൻ്റെ അകപ്പെട്ടിരിക്കുന്ന കുട്ടികളെ ഇതിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ശുഭദിനാശംസകൾ.